തൃശൂർ ഇരിങ്ങാലക്കുട പുല്ലൂരിൽ അവശത അനുഭവിച്ചിരുന്ന 85-കാരിയായ വൃദ്ധമാതാവിനും മാനസികാസ്വാസ്ഥ്യമുള്ള മകനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അടിയന്തര ഇടപെടലിൽ സംരക്ഷണവും ചികിത്സയും ഉറപ്പാക്കി. താഴത്തുപറമ്പിൽ അമ്മിണി എന്ന വയോധികയുടെയും മകന്റെയും ദുരവസ്ഥ സാമൂഹ്യ പ്രവർത്തകർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നടപടി. അമ്മിണി അമ്മയുടെ ദുരവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അടിയന്തരമായി അന്വേഷിച്ച് സംരക്ഷണം ഉറപ്പാക്കാൻ തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപന് മന്ത്രി നിർദ്ദേശം നൽകി. ഒപ്പം മന്ത്രി നേരിട്ട് ഇവരുടെ വസതിയിലെത്തി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. അമ്മിണിയും മാനസിക അസ്വസ്ഥതയുള്ള മകനും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. അമ്മിണിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു. ഈ ദമ്പതികൾക്ക് 3 മക്കളുണ്ടായിരുന്നു. അതിലൊരു മകൻ അപകടപ്പെട്ടും മകൾ അസുഖം മൂലവും മരണപ്പെട്ടു. ഇളയ മകന് ചെറുപ്പം മുതലേ മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. 43 വയസ്സുള്ള ഈ മകനെ സംരക്ഷിക്കാനും പരിചരിക്കാനും അമ്മിണി എന്ന വൃദ്ധമാതാവിനെ പ്രായാധിക്യത്താൽ സാധിക്കാതെ വന്നപ്പോൾ മകന്റെ ചികിത്സയും മുടങ്ങി. അമ്മിണിയുടെ ഇടതുകാലിന്റെ കാൽപ്പത്തി പ്രമേഹം മൂലം മുറിച്ചു നീക്കിയിട്ടുണ്ട്. അതിനാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിലവിൽ മകന് ചികിത്സ ആവശ്യമായതിനാൽ മകനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കുമെന്നും ശേഷം പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അമ്മയെ മകൻ ഉപദ്രവിക്കുന്ന സാഹചര്യം കൂടി ആയപ്പോഴാണ് ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി മന്ത്രിക്ക് സാമൂഹിക പ്രവർത്തകർ അപേക്ഷ നൽകിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.